എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രിയെ ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ഗോമതി കുറച്ച് ശബ്ദങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം ഗോമതി എടുക്കുന്ന ശബ്ദത്തിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആരിനെ ഇങ്ങോട്ട് തിരികെ കൊണ്ടുവരാതെ താൻ ഇനി ഒരു നിമിഷം പോലും ഇനി ഇവിടെ നിൽക്കില്ല. അത് മാത്രമല്ല, ആരിന് ഇവിടെ വന്നാൽ മാത്രമേ താൻ ഇനിയിപ്പോ വിവാഹത്തിൽ പങ്കെടുക്കുള്ളൂ. എൻഗേജ്മെന്റ് ആണെങ്കിലും കല്യാണം ആണെങ്കിലും ആരിനുണ്ടെ മാത്രമേ താൻ ഈ കുടുംബത്തിൽ കാണുകയുള്ളൂ എന്ന് പറയാ. ഇത് കേട്ടതും ബാലൻ പറഞ്ഞു, ഓഹോ അങ്ങനെയാണല്ലേ, അന്നാ അതിന് ഇത്തിരി ബുദ്ധിമുട്ടും. ഞാൻ പോയി വിളിച്ചിട്ട് അവൻ ഈ വീട്ടിലേക്ക് വരത്തില്ല എന്ന് പറയാണ്. ഇത് കേട്ടപ്പോ ഗോമതിക്ക് വല്ലാത്തൊരു വിഷമായിപ്പോയി. ഗോമതി എന്ത് ചെയ്യുവാണ്, പെട്ടെന്നൊന്നും വിടാതെ മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ഈ സമയം ബാലനോട് ആകാശം എന്നിട്ട് പറഞ്ഞു, അച്ഛ വെറുതെ എന്തിനാ അമ്മേനെ ദേഷ്യം പിടിപ്പിക്കുന്നേ, പാവം അമ്മയല്ലേ. അതെ, അച്ഛൻ ചെന്ന് ആരിനെ വിളിക്കുകയാണെങ്കിൽ ഒരു പക്ഷെ ആരും വന്നെന്നിരിക്കും. അച്ഛൻ ചെന്ന് വിളിക്കാൻ പറയണം. പിന്നെ അവൻ വരാൻ പോണു, ഞാൻ ചെന്ന് വിളിച്ചാലാണ് അവൻ വരുന്നേ. ഒരു കാരണവശാൽ അവൻ വരത്തില്ല. മുമ്പ് അവൻ എനിക്കിട്ടൊരു പണി തന്നാ എന്താ ചെയ്തെന്ന് അറിയാലോ. ഞാൻ അവനെ വിളിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവൻ എന്നെ ആട്ടി എന്നാണോ പറഞ്ഞു വിട്ടത്. അതിന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും ഞാൻ അവനെ വിളിക്കാൻ പോകുന്നില്ലെന്ന് പറയാം. അനുശ്രീ പറഞ്ഞു, എന്താ അച്ഛാ ഇങ്ങനെയൊക്കെ പറയണേ. ആര്യേട്ടന് ദേ ഇവിടുത്തെ അല്ലേ, ആര്യനെ പോയി വിളിക്കുക. പാവല്ല ആര്യൻ ചേട്ടൻ എന്ന് ചോദിക്കുക. കൂടുതൽ അവൻ ആരും സപ്പോർട്ടൊന്നും പറയണ്ടെന്ന് പറയാം. മീനാക്ഷി പറഞ്ഞു, അച്ഛാ അമ്മയുടെ സ്വഭാവം അറിയാലോ, അമ്മ വാശി പിടിച്ചാൽ വാശിയായിരിക്കും എന്ന് പറയാ. ഇത് കേട്ടപ്പോ ബാലൻ പറഞ്ഞു, എനിക്കും അതുപോലെ തന്നെ വാശിയുണ്ട്. അവൾക്ക് മാത്രം വാശിയുള്ളോ, അപ്പൊ എനിക്ക് എന്താ വാശി പാടില്ലേന്ന് ചോദിക്കുക. പിന്നീട് മീനാക്ഷിയോട് പറഞ്ഞു, വിശന്നാ ഞാൻ ഇങ്ങോട്ട് വന്നേ, ഫുഡ് എടുത്തു നോക്ക് കഴിക്കാനെന്ന് പറയണം. പിന്നീട് ആകാശിനോട് പറഞ്ഞു, നീ കഴിക്കണില്ലെന്ന് ചോദിക്കാം. ശരി അച്ഛാന്ന് പറയണം. അവരങ്ങനെ കഴിക്കാനിരുന്നു. ഈ സമയത്ത് ഗോമതി ദേഷ്യപ്പെട്ട് മുറിയിലിരിക്കുക. ഗോമതിന്റെ മനസ്സിലേക്ക് പല പല ചിന്തകൾ കടന്നു വരിക. ആരും ചുമടെടുത്തോണ്ട് പോകുന്നൊക്കെ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ അറിയാതെ ഗോമതിന്റെ കണ്ണ് നിറഞ്ഞു പോവാ. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, എന്തിയെ നിന്റെ അമ്മേനെ കൂടെ പോയി വിളിക്കാൻ പറയാണ്. ഇത് കേട്ടപ്പോ അനുസരി നേരെ ചെന്ന് ഗോമതിനെ ഫുഡ് കഴിക്കാൻ വിളിക്കുക. ഗോമതി പറഞ്ഞു, എനിക്ക് വേണ്ടാന്ന് പറയാണ്. എന്താ അമ്മ ഇങ്ങനെ, അമ്മ വന്നേ, അച്ഛന്റെ സ്വഭാവം അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ, ഇന്നും ഇന്നലെ അല്ലെന്നൊന്ന് പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മീനാക്ഷിയും കൂടെ വന്നു. മീനാക്ഷി വന്നിട്ട് പറഞ്ഞു, അമ്മ ഇങ്ങനെ ദേഷ്യപ്പെട്ടിരുന്നിട്ട് കാര്യമില്ല. അച്ഛൻ വിളിക്കില്ല എന്ന് പറഞ്ഞ് ചിലപ്പോ വിളിക്കില്ലായിരിക്കും. അച്ഛന്റെ ദേഷ്യം അറിയാവുന്നതല്ലേ. ഇപ്പൊ ആര്യനെ ഇഷ്ടമുണ്ടേ വരാൻ തോന്നുവാണെ അവൻ വരട്ടെ, അല്ലാതെ നമ്മൾ ഇവിടെ വാശി പിടിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി പറഞ്ഞു, ഇല്ല എനിക്ക് ഫുഡ് വേണ്ടാന്ന് പറയണം. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മ വന്നേന്ന് പറയണം. അവിടെ അച്ഛനും ആകാശായനും ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുവാന്ന് പറയണം. അവസാനം ഗോമതിക്ക് നല്ല ദേഷ്യം വന്നു. ഗോമതി അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് വരുവാണ്. ആ സമയം ബാലൻ ചോദിച്ചു, ഇതെന്താ ഗോമതി, നിനക്ക് ആഹാരം വേണ്ടെന്ന് ചോദിക്കുക. എനിക്ക് വേണ്ട, എനിക്ക് വിശപ്പില്ല എന്ന് പറയാ. വിശപ്പില്ലാത്താണോ എന്നോടുള്ള വാശിക്ക് കഴിക്കാതിരിക്കുന്നതാണോ എന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ ഗോമതി പറഞ്ഞു, വിശപ്പില്ലാത്തല്ല, വിശപ്പൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ കഴിക്കില്ല. ഇനി ഈ വീട്ടിൽ നിന്ന് പച്ചവെള്ളം പോലും കുടിക്കില്ല എന്ന് പറയാ. ഓഹോ വാശിയാണോ നിനക്ക്? വാശിയായതുകൊണ്ടല്ല ബാലേട്ടാ, ബാലേട്ടന്റെ നിർബന്ധ ബുദ്ധിക്കല്ല ഞാൻ എപ്പോഴും കൂട്ടു നിന്നിട്ടുള്ളൂ. പക്ഷെ ആരിന്റെ കാര്യമാ, ഇതെന്റെ മോന്റെ കാര്യമാ. ഈ കാര്യത്തിലെങ്കിലും എനിക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കണം. അവനെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാതെ ഞാൻ പച്ചവെള്ളം പോലും ഈ വീട്ടിൽ നിന്ന് കുടിക്കില്ല എന്ന് പറയാം. ഓ അങ്ങനെയാണോ, അങ്ങനെ ഒരു കാര്യം ചെയ്യാം, ഞാനും ഒരു കാര്യം തീരുമാനിച്ചു, അവനെ വിളിച്ചോണ്ട് വരുന്നില്ലാന്ന്. ഇത് കേട്ടതും ഗോമതി പറഞ്ഞു, അങ്ങനെയാണ് അങ്ങനെ തന്നെ നടന്നോട്ടെ. അല്ലെങ്കിലും ബാലേട്ടൻ അന്നും ഇന്നും ബാലേട്ടന്റെ ഇഷ്ടങ്ങൾ മാത്രമല്ല നോക്കിയിട്ടുള്ളൂ, മറ്റുള്ളവരുടെ സുഖ സൗകര്യം ബാലേട്ടൻ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക. ഇത് കേട്ടതും ബാലന പാത്രമെല്ലാം കൂടെ തട്ടിത്തെറിപ്പിച്ചിട്ട് ഒറ്റ എഴുന്നേക്കല്ലായിരുന്നു അങ്ങോട്ട്. അനുശ്രീയും ആകാശം എല്ലാം പെട്ടെന്ന് ഞെട്ടിപ്പോയി. ആകാശൊക്കെ ചാടി എഴുന്നേക്കുവാണ്. നീ എന്താ പറഞ്ഞ, എന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ മാത്രം ഞാൻ നോക്കിയിട്ടുള്ളൂ, അങ്ങനെയാണോ ഇത്രയും കാലം, നീ അങ്ങനെയാണോ വിചാരിച്ചുകൊണ്ടിരിക്കണമെന്ന് ചോദിക്കാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ ആഗ്രഹ ഇഷ്ടങ്ങൾ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഞാൻ പോയി വിളിച്ചിട്ട് അവൻ വരത്തില്ല എന്ന് പറയാ. ഇത് കേട്ടപ്പോ ഗോമതി പറഞ്ഞു, എന്നാ ആയിക്കോട്ടെ, ഞാൻ ഈ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി തന്നോളാം, ഞാനിവിടെ ഉള്ളതുകൊണ്ടല്ലേ. ഇനി അവൻ എന്ന് ഈ വീട്ടിലേക്ക് കയറുന്നോ, അവൻ എന്ന് ബാലേട്ടൻ വന്ന് വിളിക്കുന്നോ അന്നോ ഞാൻ ഈ വീട്ടിലേക്ക് കയറത്തുള്ളൂ, അല്ലാതെ ഞാൻ ഈ വീടിന്റെ പടി അവിടത്തില്ല എന്ന് പറഞ്ഞിട്ട് ഗോമതി അങ്ങോട്ട് ഇറങ്ങി പോകാൻ തുടങ്ങുമ്പോഴത്തേനും ആകാശം മീനാക്ഷിയും പുറകെ ചെല്ലാൻ തുടങ്ങുവാണ്. ആകാശിനെ കൈ കൊണ്ട് തടഞ്ഞു വെച്ചു ബാലൻ. വേണ്ട, അവിടെ നിൽക്കാൻ പറയാണ്. ദേ അമ്മയുടെ കൂടെ അമ്മേനെ വിളിക്കാൻ ഇറങ്ങി പോകുന്നെങ്കിൽ ആ കൂടെ നീ ഇങ്ങോട്ട് പൊക്കണം, പിന്നെ ഇങ്ങോട്ട് കയറിയേക്കല്ലെന്ന് പറയാ. ആകാശിന് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ആകാശം മീനാക്ഷി ഒന്നും മിണ്ടാതിരിക്കുവാണ്. ഗോമതി ഒന്നും മിണ്ടിയില്ല. ഗോമതി തിരിഞ്ഞു പോലും നോക്കിയില്ല. ഗോമതി ഇറങ്ങി അങ്ങോട്ട് പോവാണ്. കരഞ്ഞോണ്ടാ ഗോമതി ഇറങ്ങി പോന്നെ. ബാലിന് സങ്കടം വരുന്നുണ്ട്, പക്ഷെ ദേഷ്യം കാണും ബാലൻ അതിങ്ങനെ അടക്കി പിടിച്ചു വെച്ചോണ്ടിങ്ങനെ ഇരിക്കുവാണ്. പിന്നീട് ബാലൻ പറഞ്ഞു, പോകുന്നവരൊക്കെ പോട്ടെ, അല്ലെങ്കിലും എന്നെ പറഞ്ഞാ മതി, ഞാൻ ഓരോരുത്തർക്കും വളം വെച്ചു കൊടുത്തേ. ആനന്ദിന് നല്ലൊരു കല്യാണാലോചന വന്ന ഈ സമയത്ത് തന്നെ ഗോമതി ഇങ്ങനെ ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ അവൾക്ക് ഇത് എന്തിന്റെ കേടാ. പെട്ടെന്ന് ആകാശ് പറഞ്ഞു, അച്ഛനെ ചെയ്ത് കുറച്ച് കടന്ന കൈയായിപ്പോയി, അച്ഛൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി ആരിനോട്, അവനിങ്ങോട്ട് വരും.
കല്യാണമൊക്കെ നല്ല മംഗളകരമായിട്ട് നടക്കുകയും ചെയ്യും. അവൻ പാവം അച്ഛാന്ന് പറയാണ്. മീനാക്ഷി എന്നിട്ട് ബാലനോട് പറഞ്ഞു, അച്ഛ, അച്ഛൻ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല, അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ അച്ഛൻ എന്തിനാ അവനെ ഇങ്ങനെ പഴിക്കുന്നേ? പാവം അവന്റെ ആ സങ്കടം കണ്ട് സഹിക്ക വയ്യാതെയാ അമ്മ അവനെ ഇന്ന് വിളിക്കാൻ പോയത്. അവൻ വന്നില്ല. അച്ഛൻ ചെന്ന് വിളിക്കുവാണെ വരാന്നാ പറഞ്ഞേ. അതുകൊണ്ട് അമ്മ എങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറയാം. അവനും വാശിയില്ലേ? അവന്റെ വാശി എന്റെ അടുത്ത് വേണ്ട, അവന്റെ അച്ഛന്റെ അടുത്ത് തന്നെ അവന്റെ വാശി വേണ്ടാന്ന് പറയാ. പോകുന്നവരൊക്കെ ഇറങ്ങി പോട്ടെ എന്ന് പറഞ്ഞോണ്ട് ദേഷ്യപ്പെട്ട് ബാലൻ അങ്ങോട്ട് കയറി പോവാ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ അനുസൃതി കരഞ്ഞോണ്ട് അനുസൃതി അങ്ങോട്ട് മുറിയിലേക്ക് പോയി. മീനാക്ഷി എന്ന് ആകാശനോട് പറഞ്ഞു, ഈ തവണ അമ്മ നല്ല കട്ടക്കലിപ്പില, നമ്മൾ ആരും പറഞ്ഞാലും അമ്മ അനുസരിക്കും തോന്നില്ലെന്ന് പറയാ. ഈ സമയത്ത് മിത്ര ആന്റെ അടുത്തേക്ക് എന്നിട്ട് ചോദിച്ചു, അല്ല ആര്യ, എങ്ങനെയുണ്ട് കൈക്ക് വേദന? കുറവുണ്ടോന്ന് ചോദിക്കണം. കുറവുണ്ട്, ഇപ്പൊ വലിയ വേദന ഇല്ലാന്ന് പറയണം. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇച്ചിരി ബാമ്പ് പുരട്ടി ഒന്ന് ചൂട് വെച്ച് തരട്ടെ എന്ന് പറയണം. അതിന്റെ ഒന്നും ആവശ്യമില്ല മിത്രേ, അത് നാളെ രാവിലെ ആകുമ്പത്തേനും കുറഞ്ഞോളൂ എന്ന് പറയണം. പിന്നീട് ആര്യം പറഞ്ഞു, അതെ ഇന്ന് എന്നെ അമ്മ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു പറയാ. എന്നിട്ടോ അപ്പച്ചി എന്ത് പറഞ്ഞു? എന്നോട് ദേവമംഗലത്തേക്ക് ചെല്ലാൻ പറഞ്ഞു, എന്നോടും നിന്നോടും കൂടെ. എന്നിട്ട് ആര്യൻ എന്ത് പറഞ്ഞു? ഞാൻ വരില്ല എന്ന് പറഞ്ഞു. എന്താ ആര്യ ഇങ്ങനെ ഇങ്ങനെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അമ്മയല്ലേ, അമ്മയുടെ മനസ്സിൽ വിഷമം കാണത്തില്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടത് ആര്യം പറഞ്ഞു, നിനക്കറിയാലോ മിത്ര എന്റെ കാര്യങ്ങളൊക്കെ. അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ സ്വർണത്തിന്റെ കാര്യം പറയും, പിന്നെ ഒന്നും രണ്ടും പറഞ്ഞ് അത് വഴക്കാവും, വീണ്ടും ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടതായിട്ട് വരും. അത് മാത്രമല്ല കല്യാണം, ഞാൻ ചെന്ന് കഴിഞ്ഞാൽ കല്യാണം എന്തെങ്കിലും സംഭവിച്ച് മുടങ്ങി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ കാരണം ആ കല്യാണം മുടങ്ങിപ്പോയെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ വീണ്ടും എന്നെ കുറ്റപ്പെടുത്തും. വെറുതെ എന്തിനാ ഞാൻ വേണ്ടാത്ത വയ്യാവലിയൊക്കെ എടുത്ത് തലയിൽ വെക്കുന്നേ? എനിക്ക് ആഗ്രഹമുണ്ട്, കാര്യം പറഞ്ഞാൽ എല്ലാവരുടെ ഒപ്പം സന്തോഷമായിട്ട് ജീവിക്കണമെന്നും പോകണമെന്നൊക്കെ. ഇത്രയും കാലം അങ്ങനെയല്ലായിരുന്നോ? പക്ഷെ ഇപ്പോഴതിന് കഴിയില്ല. എന്റെ മനസ്സിൽ ചില ഉദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആ ലക്ഷ്യങ്ങളൊക്കെ നിറവേറ്റിയതിന് ശേഷം മാത്രമേ ഞാൻ ദേവമംഗലത്തേക്ക് കാലെടുത്ത് കുത്തോളെന്ന് പറയാം, അല്ലെ പിന്നെ എന്നെ അച്ഛൻ വിളിക്കണമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ഇത്ര വേണ്ട ആര്യ, ഇത്രയ്ക്ക് വാശി പാടില്ല എന്ന് പറയണം. ഇത് വാശിയല്ല, ഇത് നമ്മൾ ചിലടത്ത് നമുക്ക് ജയിക്കണമെന്ന് മനസ്സിന്റെ ആഗ്രഹം ഉണ്ടല്ലോ, അതുപോലെ ഒരു ആഗ്രഹം മാത്രം എന്റെ മനസ്സിലുള്ളെന്ന് പറയാം. ഇപ്പോഴെന്റെ മനസ്സിൽ കുറച്ച് ലക്ഷ്യങ്ങളും കാര്യമുണ്ട്. വീട്ടിലേക്ക് പോകുന്നേക്കാൾ ഉപരി എനിക്ക് നിന്നെക്കുറിച്ചുള്ള ചിന്തകളാണ്. നിന്നെ പഠിപ്പിച്ചൊരു IAS ആക്കണം എന്നുള്ള മോഹം മാത്രമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. അറിയാലോ, നിന്നെ പഠിപ്പിക്കാൻ പണം വേണം. വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടുന്ന് പണം ഉണ്ടാക്കാനാ? ഇവിടെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ലോഡിങ്ങിന് പോയിട്ടോ എങ്ങനെയൊക്കെ പണം ഉണ്ടാക്കാം. അവിടെ ചെന്നാൽ ചിലപ്പോൾ അമ്മ എന്നെ വിട്ടെന്ന് വരത്തില്ല എന്ന് പറയാം. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇവിടെ നിൽക്കുന്നത് നല്ലതെന്നൊക്കെ മിത്രയോട് പറയാം. മിത്രയ്ക്ക് നല്ല സങ്കടമായി. താൻ കാണാണല്ലോ വീണ്ടും വീണ്ടും ആരും ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്ന് ഓർത്തിട്ട്. ആ സമയം ഗോമതി നടക്കുവാണ്. രാത്രി സമയമാണെങ്കിലും സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചമുള്ളതുകൊണ്ട് കുഴപ്പമില്ല, ഇരുട്ടിയതേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നടക്കുമ്പോൾ ഗോമതിയുടെ ഉള്ളിലേക്ക് വരുന്നത് ബാലിനെ കുറിച്ചും ആരിനെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു. അച്ഛന്റെയും മോനെയും വൈരാഗ്യത്തിനിടയ്ക്ക് താൻ നടന്നു കിടന്ന് പെടാപ്പാട് വിടുന്നേ. താൻ ഇറങ്ങി പോന്നിട്ടും ബാലേണ്ണൻ ഒരു പിൻവിളി പോലും വിളിച്ചില്ല. എന്നാ ഗോമതി നിക്ക്, ആരിനെ താൻ വിളിക്കാന്നൊരു വാക്ക് പോലും പറഞ്ഞില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ ബാലേട്ടന് തന്നോടുള്ള ഇഷ്ടം. അപ്പൊ ആരിനെ താനൊന്നും ആരുമല്ല ബാലേട്ടന്റെ. അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോഴത്തേനും അറിയാതെ ഗോമതിയുടെ കണ്ണ് നിറഞ്ഞൊഴുകുവാണ്. പിന്നീട് നേരെ വരുന്ന ആരിന്റെ അടുത്തേക്കാ വരുന്നത്. അങ്ങനെ കോളിംഗ് ബെൽ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും കഥവ് തുറന്നു നോക്കുക. ആര്യം നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഗോമതിനെ കണ്ടേ. ഒരു നിമിഷം ഞെട്ടിപ്പോ, ഇതെന്താ അമ്മേ, അമ്മ ഈ സമയത്ത് തന്നെ വന്നേന്ന് ചോദിക്കുക. ഗോമതി ഒന്നും മിണ്ടിയില്ല, കണ്ണ് നിറഞ്ഞൊഴുകി അകത്തേക്ക് കയറുക. എന്താമ്മേ, കാര്യം എന്താന്ന് പറ, അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുക. മിത്ര ഒന്ന് ചോദിച്ചു, എന്താ അപ്പച്ചി, എന്താ കാര്യം എന്താന്ന് പറ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി പറഞ്ഞു, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്ന് പറയണേ. ഇറങ്ങി പോന്ന എന്തിന്? അപ്പച്ചി എന്തിനാ ഇറങ്ങി പോന്നേന്ന് ചോദിക്കും. അത് പിന്നെ ബാലേട്ടനുമായിട്ട് ചെറിയ പ്രശ്നം. പ്രശ്നമോ? അങ്കിളുമായിട്ട് ഇതുവരെ ആയിട്ടും ആന്റി ഇങ്ങനെ പ്രശ്നങ്ങൾ, അപ്പച്ചി ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ലോ എന്ന് പറയണം. അത് പിന്നെ ആനെ തിരിച്ചു വിളിക്കുന്ന കാര്യം പറഞ്ഞിട്ടാ. ബാലേട്ടനെ വിളിക്കാൻ പറഞ്ഞിട്ട് ബാലേട്ടൻ തിരിച്ചു വിളിക്കില്ല. അപ്പൊ ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഞാൻ അവിടെ നിങ്ങോട്ട് ഇറങ്ങിപ്പോന്നു. ഇനിയിപ്പം ആരിനെ എപ്പം ബാലേട്ടൻ തിരികെ വിളിക്കുന്നു അപ്പോഴും ഞാൻ ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നുള്ളെന്ന് പറയാം. ഇത് കേട്ടതും ആരിന് വല്ലാത്ത വിഷമം. ആരും പറഞ്ഞു, വേണ്ടായിരുന്നു അമ്മേ, അമ്മ എന്ത് പണിയാ കാണിച്ചത്? അച്ഛൻ എന്നെ തിരിച്ചു വിളിച്ചില്ലെന്ന് കരുതിയിട്ട് അമ്മ ഇങ്ങോട്ട് ഓടിച്ചാടി വരുവാണ് ചെയ്യേണ്ടത്. അതിന്റെ ഒന്നും കാര്യമില്ലായിരുന്നു. അച്ഛൻ എന്നെ തിരിച്ചു വിളിക്കാൻ വരുവോ വരാതിരിക്കോ എന്ത് വേണം ചെയ്യട്ടെ, പക്ഷെ അതിന്റെ പേരിൽ അമ്മയ്ക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അമ്മ എന്ത് പരിപാടിയാ കാണിച്ചേ? അമ്മ ഇപ്പൊ തന്നെ ദേവമംഗലത്തേക്ക് തിരികെ പോണെന്ന് പറയാ. ഇത് കേട്ടപ്പോ ഗോമതി പറഞ്ഞു, അതെന്താടാ, ഞാൻ വന്ന് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഓ എങ്കിൽ വേണ്ട, ഞാൻ വേറെ എങ്ങോട്ടേലും പോയിക്കോളാന്ന് പറയാ. അതല്ലമ്മ ഞാൻ പറഞ്ഞേ, അച്ഛന്റെ മാനസികാവസ്ഥ അമ്മ മനസ്സിലാക്കണം. അച്ഛൻ എത്രമാത്രം അമ്മേനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അമ്മയ്ക്ക് അറിയാലോ. എനിക്ക് ആരെ അറിയില്ലല്ലോ, എനിക്ക് എന്റെ അച്ഛനെ അറിയാം. അച്ഛൻ പാവം അമ്മേ. അതുകൊണ്ട് അമ്മ ദേവമംഗലത്തേക്ക് തിരികെ പോണെന്ന് പറയാം. ഇല്ല, ഒരു കാരണവശാലും ഞാൻ പോകത്തില്ല. നീ ഇല്ലാതെ എങ്കിൽ നീ ഈ സമയത്ത് എന്റെ ഒപ്പം വാ, അങ്ങനെയാണെങ്കിൽ ഞാൻ പോകാന്ന് പറയാം. ഇത് കേട്ടത് ആര്യം പറഞ്ഞു, എനിക്ക് വരാൻ പറ്റില്ലെന്ന് പറയാണ്. അവസാനം മിത്ര പറഞ്ഞു, ആര്യ ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോവാന്ന് പറയണ. വേണ്ട, നീ നിർബന്ധിക്കേണ്ട, ഞാൻ പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയാം. ഓഹോ, അപ്പൊ ആർക്കും തോറ്റു കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാനും തീരുമാനിച്ചു, ഞാൻ എങ്ങോട്ടും പോകുന്നില്ലെന്ന്. പിന്നീട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ആര്യന്. ഒരു കാര്യം ഉറപ്പായി,
അമ്മ നല്ല കട്ടക്കലിപ്പിലാണ്. അത് മാത്രമല്ല അമ്മയ്ക്ക് സങ്കടവും ദേഷ്യമല്ല. ഇത്രയും കാലം ഒന്നും മിണ്ടായിരുന്ന, പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. അമ്മയുടെ ഉള്ളിലുള്ള വിഷമങ്ങളൊക്കെ പെട്ടെന്ന് പുറത്താടിയിരിക്കുക. ഇപ്പൊ അമ്മ എന്തേലും പറഞ്ഞാൽ തന്നെ മുമ്പ് അച്ഛനോടൊരു ദേഷ്യപ്പെടൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, ദേഷ്യപ്പെടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആ സമയം അൻസറി മുറിയിൽ പോയി കരഞ്ഞോണ്ടിരിക്കുകയാണ്. കരഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് മീനാക്ഷി ആകാശം കൂടെ ചെന്നിട്ട് പറഞ്ഞു, എന്താ അനുമോളെ, അനുമോൾ എന്തിനാ ഇങ്ങനെ കരയണേ? കരഞ്ഞോണ്ട് ഇപ്പം അപ്പൊ അമ്മ തിരിച്ചു വരുമെന്ന് തോന്നുന്നുണ്ടോന്ന് ചോദിക്കാം. എനിക്ക് അമ്മയില്ലാതെ ഇവിടെ പറ്റില്ല. കാരണം ചേച്ചിക്ക് അറിയാലോ, അമ്മ ഇതുവരെയായിട്ട് ഇങ്ങനെയൊന്നും പിണങ്ങി പോയിട്ടില്ല. ആകെപ്പാടെ ഒരു തവണയെ പോയിട്ടുള്ളൂ. അന്ന് ആര്യൻ ചേട്ടനെ വിളിക്കാൻ വേണ്ടി, അതല്ലാതെ പോയിട്ടില്ല എന്ന് പറയാം. അതൊക്കെ എനിക്കറിയാം. ഒരു പക്ഷേങ്കിൽ അമ്മ ഇത്രയും കാലം മനസ്സിലടക്കി വെച്ച ആ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അതെല്ലാം കൂടെ പുറത്തേക്ക് ചാടിയതാ. അമ്മയുടെ ഉള്ളിൽ ഇത്രയും കാലം ആര്യനെ കാണാത്തന്റെ വിഷമം ഉണ്ടായിരുന്നു. അമ്മ അത് പുറമെ കാണിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് അമ്മയ്ക്ക് ഉള്ളിലുള്ളതുകൊണ്ട് അമ്മ ഒരു നിമിഷം അതും കൂടെ പൊട്ടിത്തെറിച്ച് പോയതാ. അമ്മേനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഏതൊരു പെറ്റമ്മയാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ. കാരണം സഹിക്കാവുന്നതിന്റെ പരമാവധി സഹിക്കുകയോ ക്ഷമിക്കുകയും ചെയ്തു. സ്വന്തം മോനല്ലേ, അവൻ ഇങ്ങനെ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ ഏതൊരു അമ്മയ്ക്കാ സഹിക്കാൻ പറ്റുന്നേ? അതിനേക്കാൾ ഉപരി എന്ന് പറഞ്ഞിട്ട് നിർത്തുവാണ്. എന്താ ചേച്ചി, എന്താ കാര്യം? മീനാക്ഷിക്ക് പറയണമെന്നുണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ലാന്ന്. ആ സ്വർണത്തിന്റെ കാര്യമാണെങ്കിലും മിത്രയുടെ താലി കെട്ടിയ സാഹചര്യം എന്താന്നൊക്കെ പറയണമെന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് അവിടെ നിർത്തി. ആകാശ് ചോദിച്ചു, എന്താ മീനു, നീ എന്താ പറയാമെന്നേന്ന് ചോദിക്കുക. ഒന്നുമില്ല ആകാശേട്ടാന്ന് പറയാം. കാരണം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് സത്യങ്ങളൊക്കെ അറിയല്ലോ, അത് പറയാൻ പാടില്ല. പിന്നീട് ധർമ്മൻ അങ്ങോട്ടേക്ക് വരുവാണ്. ധർമ്മം വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ധർമ്മം പറഞ്ഞു, എന്തൊക്കെ ഇത്, ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഏട്ടത്തി പോവില്ലായിരുന്നു പറയാണ്. ഇത് കേട്ടപ്പോ അൻസറി പറഞ്ഞു, ഞങ്ങൾ ആകുന്നേ പറഞ്ഞ് അമ്മയോട് പോകണ്ടെന്ന്. പക്ഷേങ്കിൽ അമ്മേനെ വിളിക്കാൻ പുറകെ പോകാൻ തുടങ്ങിയപ്പോ അച്ഛൻ തടഞ്ഞിട്ടാ, അല്ലെങ്കിൽ ആകാശേട്ടൻ പോയി കൂട്ടിക്കൊണ്ട് വന്നേനെന്ന് പറയാം. ഈ അളിയൻ ഇത് എന്തു പറ്റി? ഒരു കല്യാണം വന്നു കഴിഞ്ഞപ്പോഴത്തേനും അളിയന്റെ സമനില തെറ്റിപ്പോകാൻ തോന്നുന്നത്, ഞാനൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ധർമ്മം നേരെ ബാലിന്റെ അടുത്തേക്ക് വല്ലോണോ. ബാലിന്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, അളിയ എത്രയും പെട്ടെന്ന് ചേച്ചിനെ തിരികെ വിളിക്കണമെന്ന് പറയാം. ഞാൻ വിളിക്കാനാ, അവള് സ്വന്തം ഇഷ്ടപ്പറയാൻ ഇറങ്ങിപ്പോയതല്ലേ, വേണേ കയറി വരട്ടെ, എനിക്ക് വിളിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയാ. അളിയൻ ഇങ്ങനെ പറയരുത്, അളിയൻ എന്ത് ഭാവിച്ചത്? ഇതേ സാധാരണഗതി ചേച്ചി ഇങ്ങനെയൊന്നും പോകുന്നല്ല, ആരിന് വേണ്ടിയിട്ടാ. ആരിനെ തിരിച്ചു വിളിച്ചാൽ തീരുന്ന പ്രശ്നമുള്ളെങ്കിൽ ബാ, ഞാനും കൂടെ വരാം. ഇപ്പൊ തന്നെ നമുക്ക് പോയി വിളിച്ചോണ്ട് വരാം, അതോടുകൂടി പ്രശ്നം തീരുമല്ലോ. ദേ ധർമ്മ, ഈ കാര്യത്തിൽ നീ ഇടപെടാൻ വരണ്ട. ഞാൻ ആരെയും വിളിക്കാനോ എങ്ങോട്ട് പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല. പിണങ്ങിപ്പോയവര് വേണേ തന്നെ കയറി വരും, അല്ലാതെ ഞാൻ ഒരിടത്തേക്കും പോകുന്നില്ലെന്ന് പറയാ. ധർമ്മനും മനസ്സിലായി ഇനിയിപ്പൊ പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ലെന്ന്. ധർമ്മൻ ചെന്നിട്ട് പറഞ്ഞു, അതെ ഞാൻ വിളിച്ചിട്ടൊന്നും പറഞ്ഞിട്ടൊന്നും അളിയനൊന്നും കൂട്ടാക്കുന്നില്ല. ഇനിയിപ്പം രണ്ടിലെന്താ വെച്ചാൽ തീരുമാനിക്കട്ടെ, അല്ലാതെ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. ഈ സമയം ശ്രീദേവിയുടെ അടുത്തേക്ക് വരുവാണ്. അപ്പൊ ശ്രീദേവി ശ്രീവിദ്യയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, രണ്ടുപേരും കൂടെ എന്നെ കുശലം പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കണമെന്ന് ചോദിക്കും. ഇത് കേട്ടപ്പം ശ്രീദേവി പറഞ്ഞു, ഒന്നുമില്ല അമ്മയെന്ന് പറയണം. ഇവിടെ ചിരിച്ചു കളിച്ചിരിക്കാതെ നീ ഇടയ്ക്ക് ആ ഫോൺ എടുത്തിട്ട് ആ ആണത്തിനെ ഒന്ന് വിളിക്കാൻ മേലായിരുന്നു ചോദിക്കും. ഇത് കേട്ടപ്പോ ശ്രീദേവി പറഞ്ഞു, ഞാൻ എന്ത് പറയാനമ്മ വിളിച്ചിട്ട്? എന്ത് പറയാനാന്നോ? എടി ഇപ്പോഴൊക്കെ എന്തേലും പറയണം, മനസ്സിലായല്ലോ. നീ ഇപ്പൊ തന്നെ അവനെ നിന്റെ പരിധിയിലാക്കണം. അതിനുള്ള കഴിവൊക്കെ നിനക്ക് വേണം. അല്ലാതെ ഇവിടെ നിന്റെ അനിയത്തിയോട് ചിരിച്ചു കളിച്ച് എന്നിട്ട് കാര്യമില്ലെന്ന് പറയാം. അമ്മ എനിക്കറിയത്തില്ല എന്താ പറയേണ്ടെന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഇനിയെങ്ങാനും നമ്മുടെ കാര്യത്തെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആനന്ദി വിവാഹത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവരുത്. അങ്ങനെ പോകാതിരിക്കണമെങ്കിൽ നിന്റെ സാരത്തുമ്പിൽ അവനെ കെട്ടിടണമെന്ന് പറഞ്ഞ പോലെ അവന് നീ വിരിക്കുന്ന വലയിൽ വന്ന് വീഴണം. ഒരു കാരണവശാലും നിന്നെ വേണ്ടെന്ന് അവന് നീ പറയരുത്. അവനെ വല വീശി പിടിക്കണം. ഇതൊക്കെ നിനക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? ഞാനൊരു അമ്മയാടി, പറഞ്ഞു തരുന്നതിനൊരു പരിധിയില്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ ശ്രീവിദ്യ പറഞ്ഞു, അല്ലെങ്കിൽ ചേച്ചി അത്ര വലിയ റൊമാൻറ്റിക് ഒന്നും അല്ല. ആനന്ദേട്ടൻ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ബാക്കി സംസാരിച്ച് ഫോൺ അപ്പത്തേനും കട്ട് ചെയ്യും. ആനന്ദേട്ടന് കുറച്ചുകൂടി സമയം കൂടെ സംസാരിക്കണമെന്നുണ്ടെന്ന് തോന്നേ, പക്ഷെ ചേച്ചി അതിനൊന്നും തയ്യാറാകുന്നില്ലെന്ന് പറയും. ഇവളിനി എന്ന് ഇതൊക്കെ പഠിക്കാനാ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ കല്യാണം ഒന്നും മുടങ്ങിപ്പോയാലുണ്ടല്ലോ നിന്റെ കഴിവ് പോലെ ഇരിക്കും. നീ വേണം കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട്. ഞങ്ങൾ ഓരോ വഴിക്കൊന്ന് അറ്റത്തൊന്ന് അടുപ്പിച്ചടുപ്പിച്ച് കൊണ്ടുവരുക. അപ്പൊ നീയാ ഒരുമാതിരി ഇങ്ങനെ വേണ്ട വിലക്ക് നിന്നിട്ട് വല്ല കാര്യമുണ്ടോ ശ്രീദേവി എന്ന് ചോദിക്കാം. അവസാനം ശ്രീദേവി പറഞ്ഞു, ഇപ്പൊ അമ്മയ്ക്ക് എന്താ വേണ്ടേ? ഞാൻ ആനന്ദേണ്ണ ഒന്ന് വിളിക്കണം, സംസാരിക്കണം, അത്രയല്ലേ ഉള്ളൂ, ഞാൻ വിളിക്കാന്ന് പറയാണ്. അങ്ങനെ ശ്രീദേവി പോയി ഫോൺ എടുത്തിട്ട് ആനന്ദിനെ വിളിക്കുകയാണ്. ആ സമയം ആനന്ദ് വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വീട്ടിലേക്ക് വന്ന് കയറാൻ തുടങ്ങുമ്പോഴാണ് ശ്രീദേവിയുടെ ഫോൺ വരുന്നത്. എന്നാൽ സംസാരിച്ചിട്ട് കയറാൻ ഓർത്തിട്ട് ആനന്ദ് ഫോൺ എടുത്തിട്ട് പറഞ്ഞു, ഹലോ ദേവി, പറഞ്ഞോളാം പറയണം. ആനന്ദേണ്ണ എവിടെയാ? ഇത് ഞാൻ വീട്ടിലേക്ക് കയറാൻ തുടങ്ങുമായിരുന്നു പറയാം. പിന്നീട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. കുറെ സമയം സംസാരിച്ചു ശ്രീദേവി. അങ്ങനെ ആനന്ദ് പറഞ്ഞു, ഇനിയിപ്പൊ അധിക ദിവസമില്ല, വിവാഹത്തിന്റെ നിശ്ചയ തീയതി എടുത്ത അച്ഛന് അധിക ദിവസം കല്യാണത്തിനും കാണത്തില്ല. അത് കഴിഞ്ഞാൽ പിന്നെ കല്യാണം ഉടനെ ഉണ്ടാവൂല്ലോ. എത്രയും പെട്ടെന്ന് കല്യാണം നടക്കണം, അതാ എന്റെ ആഗ്രഹം എന്ന് പറയാ. ഇത് കേട്ടപ്പോ ശ്രീദേവി വെച്ചു, അതെന്താ ആനന്ദേണ്ണ അങ്ങനെ പറഞ്ഞേ? അല്ല അത് പിന്നെ ഞാന് എന്നും പറഞ്ഞുകൊണ്ട് ആനന്ദ് കിടന്ന് ഉരുണ്ട് കളിക്കുകയാണ്. ശ്രീദേവിക്ക് മനസ്സിലായി ആനന്ദിന് തന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയണേന്ന്.
പിന്നീട് ശ്രീദേവി ചോദിച്ചു, ആത്മാർത്ഥമായിട്ടാണ് ആനന്ദേണ്ണ ഈ പറയണെന്നൊക്കെ ചോദിക്കുക. അതെന്താ ദേവി അങ്ങനെ പറഞ്ഞേ? ദേവിക്ക് എന്തെങ്കിലും സംശയമുണ്ട് എന്നിൽ നിന്ന് ചോദിക്കുക. സംശയമൊന്നുമില്ല, ഞാൻ ചോദിച്ചതുള്ളെന്ന് പറയാണ്. അങ്ങനെ കുറെ സമയം കൂടെ കഴിഞ്ഞിട്ട് സംസാരിച്ചിട്ടാണ് കോള് കട്ട് ചെയ്യുന്നത്. പിന്നീട് ആനന്ദ അകത്തേക്ക് ഒരു ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിയുമ്പോഴാണ് ഗോമതി പിണങ്ങിപ്പോയ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ആനന്ദിന് സഹിച്ചില്ല. കാരണം ആനന്ദിന്റെ മനസ്സിലെ വിഷമം തന്റെ കല്യാണമാണ്. ആ സമയത്ത് കൈപിടിച്ച് കയറ്റാനായിട്ട് ഇവിടെ അമ്മ വേണം. അമ്മയില്ലാതെ ഒരു കാര്യം നടക്കില്ല എന്നുള്ള കാര്യം ആനന്ദിന് മനസ്സിലായി. ആനന്ദ് നേരെ ചെല്ലുന്ന ബാലിന്റെ മുറിയിലേക്കാണ് സംസാരിക്കാനായിട്ട്, അമ്മേനെ തിരികെ കൊണ്ടുവരണമെന്ന് പറയാനായിട്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.